ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആനീസ് ക്രേവിംഗ് ഫ്ലേവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്, ലെമൺ കേർഡ്. ഇത് ഒരു ബേസിക് ഫ്രൂട്ട് കസ്റ്റാർഡ് റെസിപ്പിയാണ്. നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 6 മുട്ടയുടെ മഞ്ഞ, 2 വലിയ നാരങ്ങയുടെ തൊലി ചുരണ്ടിയെടുത്തത്, ഇത് 2 ടേബിൾ സ്പൂൺ കാണും. ഏകദേശം 1/2 കപ്പോളം ലെമൺ ജ്യൂസ്, 1 കപ്പ് പഞ്ചസാര. നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്യാം. ഈ റെസിപ്പിയിൽ നമ്മൾ മുട്ടയുടെ മഞ്ഞ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ മുട്ടയുടെ മഞ്ഞയെല്ലാം സെപ്പറേറ്റ് ചെയ്തൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിനോടൊപ്പം നാരങ്ങയുടെ തൊലി ചുരണ്ടിയെടുത്തതും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം. ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് 2-3 തവണയായിട്ട് എടുത്തു വച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞയിലേക്ക് ചേർത്ത് യോജിപ്പിക്കാം. ഇത് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് യോജിപ്പിച്ചു കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായി അലിയുന്നത് വരെ യോജിപ്പിക്കണം. ഇത് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇതിനായി ഞാൻ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിൽ വെച്ച് എഗ് മിക്സ് കുക്ക് ചെയ്തെടുക്കാം. തുടരെ ഇളക്കി കുക്ക് ചെയ്യണം. നന്നായി കുറുകി വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാം. നമ്മൾ എടുത്തിരിക്കുന്ന എഗ് വൈറ്റ്സ് കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് കേക്ക് ഉണ്ടാക്കാനോ മിറാങ് ഉണ്ടാക്കാനോ മാക്രോൺസ് ഉണ്ടാക്കാനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഇത് കുക്കായോ എന്നറിയുന്നതിന് വേണ്ടി നമുക്ക് ഈ സ്പൂണിൻ്റെ ബാക്ക് സൈഡിലൊന്ന് വരച്ചു നോക്കാം. സെപ്പറേറ്റ് ആയി നിൽക്കുവാണെങ്കിൽ കുക്കായിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ഇത് തിക്കായിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കാൻ വേണ്ടി വെക്കാം. ഇതിന് മുകളിൽ സ്കിൻ ഫോം ചെയ്യാതെ നമുക്ക് തുടരെ ഇളക്കി തണുപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. തണുത്ത ബട്ടറാണ് ചേർക്കേണ്ടത്. ഞാൻ ഇതിനകത്ത് ബട്ടർ ചേർക്കുന്നില്ല. തണുത്ത ശേഷം കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് ടാർട്ട്സിൽ, കേക്ക്സിലും കപ്പ് കേക്ക്സിലും ഫില്ലിങ്സ് ആയിട്ടും ഡെക്കറേഷനിലും ഡെസേർട്ട്സ് മേക്കിങ്ങിലും യൂസ് ചെയ്യാം. എല്ലാവരും തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കൂടുതൽ റെസിപ്പീസുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്.